പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളിട്ടോ. അപ്പം നമുക്ക് കുതിർക്കും വേണ്ട, അരക്കും വേണ്ട, ഈ ഒരു പത്തിരിപ്പൊടി ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പാകപ്പെടുത്തിയെടുക്കുക. നമ്മളൊരു പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുമല്ലോ, അതേപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കുത്തപ്പത്തിനായിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അരി അരക്കാതെ ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുത്തപ്പാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാക്കി മാവ് ഉണ്ടാക്കി വെച്ചാണ്. ഒരു 10 മിനിറ്റ് നേരം ഇതിനങ്ങനെ മാറ്റി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുക. തേങ്ങ ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക, മാവ് ഒഴിച്ച് കൊടുക്കുക, അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ആവി വരുമ്പോൾ അതിന് ആ ഒരു പുക വരുമല്ലോ, അപ്പോൾ നമുക്ക് തുറക്കട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ കുത്തി അടർത്തി കൊടുത്താൽ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുത്തപ്പം തയ്യാറായിട്ടോ. നല്ല കുത്തൊക്കെ ഉണ്ടാവും. കുത്തപ്പം പേരിന് മാത്രമല്ല, അടിപൊളി കുത്തൊക്കെ ഉള്ള നല്ല അടിപൊളി കുത്തപ്പം. അപ്പോൾ ഇനി പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്ത് വെച്ചോളി. അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കല്ലേ.